10 വർഷത്തിന് മുമ്പ് എലിമന്തി, കാരണം എലി കയറി ആഹാരത്തിനകത്ത് ഇപ്പൊ സ്കൂളിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ ബിരിയാണി അല്ലെങ്കിൽ ഒരു കുഴിമന്തി കിട്ടുകയാണ്. അപ്പോഴത്തേക്കും അങ്ങനെയുള്ള അത്രയും ഡെവലപ്പ് ഉണ്ടാക്കിയിട്ടും LDF തന്നെ വരണമെന്നാണ് എന്റെ ഒരു ഇത്. വേറെ പാർട്ടിയുടെ ആവശ്യമില്ല, അത്രേ ഉള്ളൂ. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ UDF ആയിരുന്നു താല്പര്യം. കാരണം നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ പോലത്തുള്ള വലിയ ഭരണാധികാരിമാരൊക്കെ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു ആ സമയത്തെന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പൊ തന്നെ ഇപ്പോഴത്തെ LDF കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ VIP കൾച്ചർ കൂടുതലാണ്. അന്നൊക്കെ സമയത്തിലാണെങ്കിൽ പോലും സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങി നിന്ന് വ്യക്തിപരമായിട്ടും കൂടെ നിന്ന ഒരു വ്യക്തിയായിരുന്നു. അതേപോലത്തുള്ള സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. ഈ തിരഞ്ഞെടുപ്പ് ആവേശമൊക്കെ സംസ്ഥാനത്ത് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയമാണ്. സ്ഥാനാർത്ഥികൾ പല പല പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നേമം മണ്ഡലത്തിലാണ്. നേമത്തെ കോൺസ്പി അക്കാദമി ഓഫ് മാനേജ്മെന്റ് ആൻഡ് സ്റ്റഡീസ് എന്ന ഈ ഒരു അക്കാദമിയില് നേമത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള യുവജനങ്ങളോട് ചോദിക്കുകയാണ്, അവർ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ, നമുക്കറിയാം യുവജനങ്ങളുടെ വോട്ട് പ്രധാനമാണ്, അവർ എന്ത് ചിന്തിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ച്, അവരുടെ വോട്ട് അവർ രേഖപ്പെടുത്തുമ്പോൾ അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ യുവജനങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ചിന്ത അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ അക്കാദമിയിലെ കുട്ടികളോട് ചോദിക്കാം. അപ്പൊ അവരുടെ ഒരു അഭിപ്രായവും അവരുടെ ഒരു ആരവരെ ഭരിക്കണം, ഇനി ആരാണ് ഭരണത്തിൽ വരേണ്ടത്, ആർക്ക് അവർ വോട്ട് നൽകും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം. ഇതില് നിയമമണ്ഡലത്തിൽ നിന്നല്ല നമ്മുടെ സംസ്ഥാനത്ത് ആരായിരിക്കും ഈ പ്രാവശ്യം ജയിക്കാൻ പോകുന്നത്? ശിവൻകുട്ടി. വേറെ ആര്? നേമത്ത്. എന്തുകൊണ്ട് ശിവൻകുട്ടി? ശിവൻകുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ഒരുപാട് നല്ല നല്ല വികസനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കൂളുകളായാലും ശരി തന്നെ, സ്കൂളുകളിലെ പഠിത്തമായാലും ശരി തന്നെ, ഫുഡുകളായാലും ശരി തന്നെ. ഇപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസം മന്തി ഉൾപ്പെടെ ഉണ്ട്. അപ്പൊ എത്രയും പിള്ളേർ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു വേറെ ആളില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. ശിവൻകുട്ടീനെ ചെയ്യും. ഭരണമാറ്റം വേണ്ട. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥി, അദ്ദേഹത്തെ കുറച്ച് യുവജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട്, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ശരിക്കും അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അങ്ങനെ ഉണ്ടോ? തോന്നിട്ടുണ്ടോ യുവജനങ്ങൾ നേറ്റിയിട്ടുണ്ടോ? ഇല്ല. LDF തന്നെ തുടരാം. ആര് ജയിക്കണം നേമത്ത്? അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രീയ കാഴ്ചപ്പാട്? നേമത്തെ ശിവൻകുട്ടി ജയിക്കും. എന്തുകൊണ്ട് ശിവൻകുട്ടി? ഇത്രയും നാളും ഇപ്പൊ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ. ഇപ്പൊ സ്റ്റുഡൻസിനായാലും എല്ലാത്തിലും എന്തായാലും ആ ഒരു രീതിയിൽ. BJPയുടെ കാൻഡിഡേറ്റ് വന്നിരുന്നല്ലോ ഇവിടെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ യുവജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞത് മാത്രല്ലേ, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കൊള്ളാൻ തോന്നുന്നുണ്ടല്ലോ. പിന്നെ പുതിയൊരു ഇതിന്റെ ആവശ്യമില്ല. പറഞ്ഞിട്ടുള്ളത് മാത്രല്ലേ, ഇപ്പൊ ഉള്ള ആള് തന്നെ പിന്നെയും പുതിയതൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പൊ അയാൾ തന്നെ പുതിയത് പറയുകയും ചെയ്യും, പുതിയത് കൊണ്ടുവരികയും ചെയ്യല്ലോ. അപ്പൊ കൊണ്ടുവരുന്ന ആളുടെ വിശ്വാസം ഉണ്ടല്ലോ. ഇപ്പൊ ഉള്ള ഒരാൾ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ അത് കൊണ്ടുവരുന്നുള്ള വിശ്വാസമുണ്ട്. എന്തായാലും ഇപ്പൊ നേമത്തെ V ശിവൻകുട്ടി, നമ്മുടെ സംസ്ഥാനത്തിൽ ഒരു ഭരണമാറ്റം വേണോ അതോ LDF തന്നെ തുടരണം? LDF തന്നെ തുടരണം. LDF തന്നെ തുടരണം. അത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വിശ്വാസമുണ്ട് ഇനിയും. അതുകൊണ്ടാണ് ഈ 10 വർഷത്തെ വികസനമൊക്കെ നമ്മൾ യുവാക്കൾക്കും അക്സെപ്റ്റബിൾ ആണ്. അപ്പൊ മറ്റ് BJP മുന്നോട്ട് വയ്ക്കുന്ന സംസ്ഥാനം ഇനി ഭരണമാറ്റം വേണ്ട, മൂന്നാം നമ്മൾ ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ആര് ജയിക്കണം? നേമത്ത് ആര് ജയിക്കണം? സംസ്ഥാനം ആര് ഭരിക്കണം? നേമത്തെ ശബരിനാഥ് ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ചോദിക്കുന്നത് ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ കറന്റ്ലി അവിടെ മീൻസ് എന്തുവാ, ഇപ്പം ഞാൻ എന്ത് പറയണം, എന്തിന് വോട്ട് എന്തുകൊണ്ട് ഒരു പൗരനാണ്, വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, യുവാവാണ്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ശബരിനാഥിന് വോട്ട് ചെയ്യുന്നു? സംഭവം ശബരിനാഥൻ എന്തുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കോൺഗ്രസ് ഇപ്പൊ ഒരു അഞ്ച് അവര് ചെയ്യാൻ പോണ കാര്യങ്ങൾ പുറത്തുവിട്ടുണ്ട്. ആ 5 കാര്യങ്ങളും യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യങ്ങൾ. കാരണം വെച്ചാൽ ഫസ്റ്റ് കാര്യം, ഓൺടർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം ചെയ്യണുണ്ട് അവര്. അറൗണ്ട് ഒരു 5 lakhs കൂടുതൽ ഇൻട്രസ്റ്റ് ഇല്ലാതെയുള്ള ലോൺ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വുമൻസിന് ബസ്സിൽ പോകുമ്പോഴേക്കും അവർക്ക് ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുടെ പേരിൽ അവരൊരു ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വാഗ്ദാനങ്ങൾ ഇതെല്ലാം അവർ പാലിക്കും. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് കോൺഗ്രസ് ഭരിക്കുന്ന ബാക്കി സ്റ്റേറ്റുകളിൽ. ബാക്കി സ്റ്റേറ്റിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞുള്ള എല്ലാവരും പാലിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ ചെയ്യുമെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എന്റെ വോട്ട്, ഇപ്രാവശ്യത്തെ വോട്ട് UDF തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് പിന്നെ അതിന് ശബരിനാഥിന്റെ കേസ് വരുമ്പോൾ, ശബരിനാഥ് പുള്ളി ഒരു വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണ്. അതുപോലെ ഒരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനം പുള്ളിക്ക് വെല്ലായിട്ടുണ്ട്. പുള്ളിയുടെ എല്ലാ പ്രസ് മീറ്റിലും എല്ലാ കാര്യത്തിലും നമ്മളത് കാണുന്ന ഒരു കാര്യമാണ് പുള്ളിയുടെ ഒരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി. അത് അങ്ങനെ തന്നെ എടുത്ത് പറയണം. കാരണം അത്രയ്ക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട് വാക്കിലും പ്രവൃത്തിയിലും. അപ്പൊ അതുകൊണ്ട് ഞാൻ പക്ഷെ നിയമമണ്ഡലത്തിലുള്ളതല്ല, ഞാനുള്ളത് കാട്ടാക്കട മണ്ഡലമാണ്. കാട്ടാക്കടയിൽ MR ബൈജു ആണ് നിൽക്കുന്നത്. പുള്ളിക്കാണ് എന്റെ സപ്പോർട്ട്. പിന്നെ എല്ലാ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളും സപ്പോർട്ട് ഉണ്ട്. എന്റെ മണ്ഡലം കാട്ടാക്കടയാണ്.
നേമത്തെ ശബരിനാഥ് ജയിക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഒരു ഭരണമാറ്റം വേണം. ഉറപ്പായിട്ട് ഭരണമാറ്റം വേണം. അല്ല ഈ കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണം കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എല്ലാവരും പറയുന്നത്. ഒരിക്കലുമല്ല, ഭരണമാറ്റം എന്തായാലും വേണം. കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരു വ്യക്തമായി തീരുമാനിച്ച് ഒരു നല്ലൊരു അവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥാനാർത്ഥിനെ തിരഞ്ഞെടുക്കുവാൻ എല്ലാവരും പരിശ്രമിക്കുക, തയ്യാറാവുക. ഭരണമാറ്റം വേണം. സംസ്ഥാന LDF തുടർന്ന് ഭരിക്കണം. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ UDF ആയിരുന്നു താല്പര്യം. കാരണം നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ പോലത്തുള്ള വലിയ ഭരണാധികാരിമാരൊക്കെ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു ആ സമയത്തെന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പൊ തന്നെ ഇപ്പോഴത്തെ LDF കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ VIP കൾച്ചർ കൂടുതലാണ്. അന്നൊക്കെ സമയത്തിലാണെങ്കിൽ പോലും സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങി നിന്ന് വ്യക്തിപരമായിട്ടും കൂടെ നിന്ന ഒരു വ്യക്തിയായിരുന്നു. അതേപോലത്തുള്ള സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. പാർട്ടിപരമായിട്ട് ഒരു അങ്ങനെ നോക്കുന്നില്ല. എന്നാലും നല്ല ലീഡേഴ്സ് വരട്ടെ, അതിനൊപ്പം നാട് നന്നാവട്ടെ എന്നാണ് ആഗ്രഹം. നമ്മള് യുവാക്കളാണ്, യൗവനമാണ്. അപ്പൊ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ എന്താണ് ഒരു യുവാവ് എന്ന രീതിയിൽ ഒരു ഇപ്പൊ പൊളിറ്റിക്സ് എന്നതിലുപരി എന്താണ് പ്രഥമ പരിഗണന? മനസ്സിലായി. അതായത് വോട്ട് ചെയ്യുന്നു, ഞാനൊരു പൗരൻ എന്ന രീതിയിൽ വോട്ട് ചെയ്യുന്നു, പൊളിറ്റിക്സ് അതല്ല മെയിൻ. അതിനപ്പുറം എന്താണ് വോട്ട് ചെയ്യുമ്പോൾ ഇന്ന വ്യക്തിക്ക് വോട്ട് കൊടുക്കുമ്പോൾ എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? പൊളിറ്റിക്സ് എന്നതിലുപരി മറ്റെന്തെങ്കിലും, അതായത് നമുക്ക് വേണ്ടി നല്ലത് ചെയ്യണം, നല്ല വാഗ്ദാനങ്ങൾ തരുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഘടകങ്ങളുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, നാട്ടുകാരായിട്ടും കുറച്ചു നേരമെങ്കിലും പുറത്ത് ചാടി നാട്ടുകാരോട് ഇടപെടുക. കാരണം ഈ ഇലക്ഷൻ സമയത്ത് പുറത്ത് വന്ന് അപ്പൊ മാത്രം സംസാരിക്കുകയല്ലാതെ എന്ത് പ്രശ്നങ്ങളാണെ പോലും, ഇവന്റ്സിലാണെ പോലും, വല്ലപ്പോഴും ആണെ പോലും പ്രശ്നങ്ങളുള്ള ഏരിയയിൽ പോവുക, അവരുമായിട്ട് തുറന്ന് സംസാരിക്കുക, വഴികൾ സംസാരിക്കുക, അത് കഴിഞ്ഞ് അതിനായിട്ടുള്ള ഒഫീഷ്യൽസുമായിട്ട് സംസാരിക്കുക. ഇവിടെ വാഗ്ദാന സ്റ്റേജ് വിരിച്ച് കുറെ വാഗ്ദാനങ്ങൾ പറയും, പിന്നെ അടുത്ത പരിപാടിയാണ് നടക്കുന്നത്. 10 വർഷത്തിന് മുമ്പ് എലിമന്തി, കാരണം എലി കയറി ആഹാരത്തിനകത്ത് ഇപ്പൊ സ്കൂളില് ആഴ്ചയിൽ ഒരിക്കൽ ബിരിയാണി അല്ലെങ്കിൽ ഒരു കുഴിമന്തി കിട്ടുകയാണ്. അപ്പോഴത്തേക്കും അങ്ങനെയുള്ള അത്രയും ഡെവലപ്പ് ഉണ്ടാക്കിയിട്ടും LDF തന്നെ വരണമെന്നാണ് എന്റെ ഒരു ഇത്. വേറെ പാർട്ടിക്കാരുടെ ആവശ്യമില്ല, അത്രേ ഉള്ളൂ. അപ്പോ നമ്മുടെ യുവജനമൊക്കെ, നേമത്തെ യുവജനങ്ങളൊക്കെ ഭയങ്കര ചിന്തയിലൊക്കെ നമ്മളെക്കാട്ടി ഒരുപാട് മുന്നിലാണ്. അപ്പോ തീർത്തും നമുക്കറിയാം ഈ ഒരു ഇലക്ഷനില് തീർത്തും യുവജനങ്ങളുടെ വോട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ യുവജനങ്ങളുടെ മനസ്സ് ആർക്കൊപ്പമാണ് എന്നതൊരു ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് നേമത്ത് നോക്കുമ്പോൾ നമുക്കറിയാം LDFന് വേണ്ടി V ശിവൻകുട്ടിയും കോൺഗ്രസിന് വേണ്ടി ശബരിനാഥനും അതേപോലെ തന്നെ ഒരേ തട്ടിൽ നിൽക്കുന്ന BJPക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖറുമാണ്. ഒരു വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഇവരിൽ 3 പേരിൽ ആർക്കാണ് യുവജനങ്ങളുടെ മനസ്സ് കവരാൻ കഴിഞ്ഞത് എന്നൊരു ചോദ്യമായിട്ടാണ് ഇവിടെ വന്നത്. എന്തായാലും മറുപടികളൊക്കെ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും. എന്തായാലും നേമത്തെ കുറച്ചധികം യുവജനങ്ങളുടെ മനസ്സ് എന്തായാലും ഇത്തരത്തിലാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ നിലപാടുകളാണ് അവർ മലയാളി വാർത്തയോട് പങ്കുവെച്ചത്.